സംഭവമായ വഴുതക്കാട് നടന്ന ആഡംബര കാർ അപകടവും അതിനുശേഷം മലയാള സിനിമയിലെ മുതിർന്ന താരം മണിയംപിള്ള രാജു സ്വീകരിച്ച നിലപാടും കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. നിയമത്തെയും ശാസ്ത്രീയ പരിശോധനകളെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥാകൃത്തിന്റെ ബുദ്ധിയോടെ താരം നീക്കങ്ങൾ നടത്തിയോ എന്ന സംശയമാണ് ഇപ്പോൾ പോലീസിനും പൊതുസമൂഹത്തിനും ഇടയിൽ ശക്തമായിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്തിന് വെളിപ്പാടകലെ നടന്ന ഈ അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കളുടെ ജീവൻ അപകടത്തിലായിട്ടും അവരെ തിരിഞ്ഞു നോക്കാതെ കടന്നുകളഞ്ഞ താരത്തിന്റെ നടപടി നിയമപരമായ പഴുതുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒന്നായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യ തെളിവുകളാണ് പുറത്തുവരുന്നത്. സംഭവം നടന്ന കൃത്യം 10 മണി മുതൽ അടുത്ത ദിവസം രാവിലെ താരം പോലീസിന് മുന്നിൽ ഹാജരാകുന്നത് വരെയുള്ള സമയത്തെക്കുറിച്ച് വ്യക്തമായ ഉത്തരമില്ലാത്തതാണ് പ്രധാന ദുരൂഹതയായി നിലനിൽക്കുന്നത്. മോട്ടോർ വാഹന നിയമങ്ങൾ പ്രകാരം ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഏക ശാസ്ത്രീയ മാർഗം രക്തപരിശോധനയാണ്. എന്നാൽ രക്തത്തിലെ ആൽക്കഹോളിന്റെ സാന്നിധ്യം കൃത്യമായി കണ്ടെത്തണമെങ്കിൽ അപകടം നടന്ന് പരമാവധി 8 മണിക്കൂറിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. സമയം വൈകുന്തോറും ശരീരത്തിലെ പ്രവർത്തനങ്ങളിലൂടെ ആൽക്കഹോളിക്കിന്റെ അളവ് കുറയുകയും പരിശോധനാ ഫലം നെഗറ്റീവ് ആകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. കൃത്യം 10 മണിക്ക് അപകടം നടന്ന ശേഷം താരം ഒളിവിൽ പോയതും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതും ഈ 8 മണിക്കൂർ ഗോൾഡൻ പീരീഡ് കടന്നുപോകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം ശക്തമാണ്. വൈദ്യപരിശോധനയിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉറപ്പാക്കിയ ശേഷമാണ് താരം കുറ്റസമ്മതവുമായി രംഗത്തെത്തിയത് എന്നത് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു.